തിരുദൂതരെ, മുത്തുനബിയേ മുത്തുനബിയേ തിരുദൂതരെ, അങ്ങേക്കായിരം സലാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ വിദേശത്ത് നിന്നുള്ള വസ്തുക്കള് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാലമെത്തിയാൽ, വിദേശ വസ്തുക്കളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം വരുന്ന കാലമെത്തിയാൽ, അതാണ് ഏറ്റവും വലിയ സമൃദ്ധിയുടെ പരീക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇദാ ലബിസൻ നിസാഉ അസാബത്തിൽ യമൻ, യമൻ അന്നത്തെ ഗൾഫാണ് യമൻ, അന്നത്തെ ഗൾഫാണ് യമൻ. യമൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ മനസ്സിലാവണണ്ട, ഇത് നബി തങ്ങളുടെ ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോ? യമൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യ. ഇന്ന് സൗദി നമുക്ക് എങ്ങനെയാണോ, ദുബൈ നമുക്ക് എങ്ങനെയാണോ, മസ്കറ്റ് നമുക്ക് എങ്ങനെയാണോ, അങ്ങനെയാണ് അന്ന് യമൻ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഗൾഫിലെ സാധനമല്ലാതെ മറ്റൊന്ന് തികയാതെ വരിക. നാടസാധനം ഒന്നും അവർക്ക് വേണ്ട. തീർന്നില്ല, ഹദീസ് തീർന്നില്ല. അപ്പൊ ഉസ്താദ്, ഇപ്പൊ പെണ്ണുങ്ങള് ഗൾഫിൽ നിന്ന് സാധനം വേണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ നിനക്കാണെങ്കിലോ ഭർത്താവിനാണെങ്കിലോ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി, സാമ്പത്തിക ശേഷി അള്ളാനെ അറിയുക എന്നുള്ളതാണ് വിഷയം. വിഷയം തന്നെ ഞാൻ പറഞ്ഞ, ചിന്തിക്ക്, നന്നായിട്ട് നോക്ക്. ഭാര്യയ്ക്ക് വിദേശ വസ്തുക്കളോട്, വില കൂടിയ വസ്തുക്കളോട് ഭയങ്കര ഭ്രമം, അതിരട്ട ഭ്രമം. അത് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, അതിരട്ട അത്യാഗ്രഹം. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഇന്നെടുത്തത് നാളെ അവള്, നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭർത്താവിന് ഇത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എന്നാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ, അവന് സ്വൈര്യമായി ജീവിക്കാൻ ഇത് ചെയ്തേ അപ്പോൾ അവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവളുടെ ആഗ്രഹത്തിനു വേണ്ടി അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിക്കപ്പെടാൻ നിർബന്ധിതനാവുക. അവൻ ആ സമയത്ത് അള്ളാനെ മറക്കുക, അവൻ പടച്ചറപ്പിനെ തൽക്കാലത്തിലേക്ക് മറക്കേണ്ടി വരിക. ഭാര്യയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ ഹറാമ് ചെയ്യുകയാ, അവൻ അറബിയെ പറ്റിക്കാൻ തീരുമാനിക്കുകയാ. അല്ലെങ്കിൽ ഗൾഫിൽ ലോട്ടറി എടുക്കാൻ, ഗൾഫിൽ ചീട്ട് കളിക്കപ്പെടാൻ പാവപ്പെട്ട ഭർത്താവ് നിർബന്ധിതനാവുകയാ. അവൻ അള്ളാനെ മറക്കാൻ നിർബന്ധിതനാകുമ്പോ ആ ഒരവസ്ഥ, സാഹചര്യം സംജാതമാകലാണ് നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയാത്ത പ്രതിസന്ധി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആർഭാടത്തോടെയുള്ള ജീവിതത്തിന് വേണ്ടി അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായതിലേക്ക് പടച്ചറപ്പിനെ ഭയക്കാതെ ജീവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ഭാര്യയെ തെറ്റ് ചെയ്യാൻ ഭർത്താവ് നിർബന്ധിക്കുക, ഭർത്താവിനെ തെറ്റ് ചെയ്യാൻ ഭാര്യ നിർബന്ധിക്കുക. ആ ഒരു സാഹചര്യം വീടുകളിലേക്ക് സംജാതമായി. ആ സാഹചര്യത്തിൽ മക്കൾ പോലും അള്ളാനെ പഠിപ്പിക്കാൻ സമയമില്ലാതെ ജീവിക്കുമ്പോ അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അള്ളാനെ അറിയാത്ത കുടുംബം, പടച്ചറപ്പിനെ അറിയാത്ത കുടുംബം, ആ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോ ആർഭാടത്തിനു വേണ്ടി കല്യാണത്തിന് 10,000-ന്റെ സാരി അണിയാൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുടുംബങ്ങൾ മാറുമ്പോ കുടുംബത്തിൽ നിന്ന് അള്ളാഹനെ മാറ്റപ്പെടുക. എന്തിനാ? ഒരു തുച്ഛലാഭത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ഒരല്പനേരം പടച്ചറപ്പിനെ മറക്കുമ്പോ നിങ്ങൾ ഓർക്കാറുണ്ടോ? പാതിരാവിന്റെ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോഴല്ലേ വീടിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നത്, മോളെ പാലില് വെള്ളം ചേർക്കും മോളെ. ഇല്ല ഉമ്മ, ചേർക്കില്ല, ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കും ഉമ്മ. ആ സമയത്താണ് ഉമ്മയുടെ മറുപടി, മോളെ ഉമർ ഉറക്കമല്ലേ, നമ്മൾ പാലില് വെള്ളം ചേർത്താൽ ഉമ്മ അറിയില്ലല്ലോ. ആ സമയത്താണ് ലോകത്തിൽ ഒരു പെണ്ണിന്റെ ധീരമായ ശബ്ദമുണ്ടായത്, ഉമ്മ ഇദാ കാന ഉമറു നായിബൻ ഫറബ്ബു ഉമറു യഖ്ലാൻ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ.
പാലിന് വെള്ളം ചേർക്കാൻ പറയുമ്പോ ആ സമയത്ത് ഉമ്മയോട്, തന്നെ പ്രസവിച്ച ഉമ്മയോട്, നൊന്ത് പ്രസവിച്ച മാതാവിനോട് അള്ളാനെ കുറിച്ച് പാതിരാത്രിയിൽ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒരു പൊന്നുമോള് നമ്മുടെ വീട്ടിലുണ്ടോ? ഉമറിന്റെ കാലം തിരിച്ചു വരട്ടെ. അള്ളാനെ കുറിച്ച് പറയാൻ ഉമ്മ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അന്യപുരുഷനോടും മൊബൈലിലൂടെ സംസാരിക്കുമ്പോ +1 പഠിക്കുന്ന മോള് പറയണം, ഉമ്മ ഇത് തെറ്റാണ്, ഉമ്മ ഇത് തെറ്റാണ് ഉമ്മ എന്ന് പറയാൻ കഴിയുന്ന, കുടുംബത്തിന്റെ ഉള്ളിൽ പടച്ചറപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു കൗമാരത്തിന് ജന്മം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഗൾഫിൽ കിടന്നിട്ട് ഉപ്പ പാടുപെടുകയാ. ഉമ്മാന്യ പുരുഷനോട് സംസാരിക്കരുത്, ഇത് ഉപ്പയോട് ഞാൻ പറയുമെന്ന് പറയാൻ ഇത് റബ്ബിനിഷ്ടപ്പെടില്ല, ഇത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടില്ല, ഇത് നരകത്തിൻ്റെടാന്ന് പറയുന്നൊരു പൊന്നുമോളുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ വെഞ്ഞാറമൂടെ പൊന്നുമോളെ ഓർക്കുക. നബിദിനത്തിന്റെ അന്ന് രാത്രി കാമുകൻ വീട്ടിൽ കയറിയപ്പോ എന്റെ ഉമ്മാടെ കടപ്പറയിൽ മറ്റൊരാളെ കണ്ടപ്പോ, ഉമ്മ ഞാനിത് ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞ പൊന്നുമോളെയാണ് നന്ദ് പ്രസവിച്ച ഉമ്മ തന്നെ ജനലിൽ കെട്ടി തൂക്കി കൊന്നൊടുക്കിയത്. അതും ഈ കണ്ടെടുത്തത് ഈ ലോകമാണ്. ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞപ്പോ പൊന്നുമോളെ പോലും കാമുകന്റെ കൂടെ കിടക്കുന്ന ഒരു രാത്രിയുടെ വിലയായി നൊന്ത് പ്രസവിച്ച മകളെ കൊടുക്കുന്ന ലോകം. ഈ ലോകം എവിടേക്കാണ് പോകുന്നത്? നൊന്ത് പ്രസവിച്ച മക്കളുടെ വില എന്താണ്? കാമുകന്റെ കൂടെ കിടക്കുന്ന ഒരു രാത്രിയുടെ വില പൊന്നുമോളുടെ ജീവിതമായി മാറുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോരേടത്തിനും പള്ളിക്കലും അടക്കമുള്ള അള്ളാഹു ധാരാളം സൗകര്യം ചെയ്ത ഗൾഫിന്റെ വരുമാനം കൊണ്ടുവന്ന ലോകമാണിത്. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിൽ പോകുമ്പോ നട്ടുച്ച നേരത്തെ ഷാർജയിലൂടെ പോവുകയാ. ആ സമയത്ത് തൃശ്ശൂരുള്ള ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ഞാനും എന്റെ സുഹൃത്തുമുണ്ട്. കാറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ റമദാനിലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല, അത്രയേറെ കഠിനമായ ചൂടാണ്. ഡോറ് തുറന്നു, എന്നെ മുഖം കരിയുന്നത് പോലെ ഇറങ്ങാൻ കഴിയാതെ ഡോറടച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. എനിക്കിറങ്ങാൻ കഴിയുന്നില്ല, രോമം കരിയുന്നുവോ? റമദാനിലെ ചൂടാ. ആ സമയത്താണ് ഞാൻ കണ്ടത് ഷാർജയുടെ മറുഭാഗത്ത് നട്ടുച്ച നേരത്ത് താടി നരച്ച ഒരു മനുഷ്യന് സമൂസ വിൽക്കുകയാ. ഒരു തുള്ളി തണല് പോലുമില്ല. ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവനും ആർഭാടത്തോടെ ചെലവഴിക്കുന്ന പെണ്ണ്, നീ അറിയേണ്ട കാര്യമാണിത്. ആ മനുഷ്യൻ താടി നരച്ചിട്ടുണ്ട്. നട്ടുച്ച നേരത്ത് ഷാർജയിലിരുന്നിട്ട് നോമ്പ് തുറക്കാൻ വരുന്നവർക്ക് സമൂസ വിൽക്കുകയാ. ഡോറ് തുറന്ന സമയത്ത് അദ്ദേഹം എന്നെ കണ്ടു. ഞാൻ ഡോറടച്ച് ചൂട് കാരണത്താൽ സമൂസ ഇരുന്ന സ്ഥലത്ത് നിന്ന് പാഞ്ഞു വന്നിട്ട് ആ സമയത്ത് എന്റെ വണ്ടി മുന്നോട്ട് പോയി. അദ്ദേഹം വരുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. ഓടി വന്നു കാറ് തുറന്നപ്പോ, ഉസ്താദേ ബാക്കബി ഉസ്താദല്ലേ? അതേന്ന് പറഞ്ഞപ്പോ, ഉസ്താദേ ദുആ ചെയ്യണേ ഉസ്താദേ, എനിക്ക് 5 പെൺമക്കളാ, ഒരു മോളുടെ കല്യാണമേ കഴിഞ്ഞിട്ടുള്ളൂ, 4 പെൺമക്കൾ ഇപ്പോഴും കല്യാണ പ്രായമെത്തി നിൽക്കുകയാ, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറയുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ വീട് പാരിപ്പള്ളിക്കടുത്താ. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ നട്ടുച്ച നേരത്താ പാവപ്പെട്ട മനുഷ്യൻ സമൂസ വെക്കുന്നത് എന്തിനാ? തന്റെ പൊന്നുമോളെ ഒന്ന് കെട്ടിച്ചു വിടാ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കള്, ഇതേപോലെ നിന്റെ വാപ്പ താടി നരച്ചിട്ട് പോലും ഈ ഗൾഫിന്റെ മണരാരണ്യത്തിൽ കിടന്ന് സമൂസ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി വരുമ്പോഴാ നീ മൊബൈൽ ഫോണിലൂടെ സല്ലപിച്ച ചെറുപ്പക്കാരന്റെ, ഹൈന്ദവ ചെറുപ്പക്കാരന്റെ, ക്രൈസ്തവ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിറങ്ങിപ്പോയത്. നിന്റെ ഉപ്പാന്റെ കണ്ണുനീരിന് വിലയില്ലല്ലോ മോളെ, നിന്റെ ഉപ്പാന്റെ കട്ടപ്പാടിന് വിലയില്ലല്ലോ മോളെ. ഗൾഫുകാരന്റെ പെണ്ണ്, അവൻ അയച്ചു തരുന്ന ഒരു റിയാലിന് പോലും നീ ഏതെങ്കിലും ഒരു ആർഭാടം കാണിച്ചാ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. പിന്നീട് ഞാൻ തിരിച്ചു വരുന്നത് വരെ ആ മനുഷ്യരന്റെ കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. ഗൾഫുകാരൻ വലിയ സൗഭാഗ്യവാനാ. എന്റെ ഗൾഫ് യാത്രയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സത്യമതാ. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ വല്ലാതെ കട്ടപ്പെടുന്നവൻ, ആ പാവപ്പെട്ടവൻ വിത്തുകാളെ പോലെ കട്ടപ്പെടുമ്പോ പോരേടത്തും പള്ളിക്കലുമുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് കല്യാണത്തിന് ഒരു
കല്യാണത്തിന് ഉടുക്കുന്ന സാരി രണ്ടാമത്തെ കല്യാണത്തിന് നീ ഉടുക്കില്ല. നിന്റെ ഒരു സാരിയുടെ വില നിന്റെ ഭർത്താവിന്റെ ഒരു മാസത്തെ കണ്ണുനീരിന്റെ വിലയാണെങ്കിൽ ആ വില കൊണ്ട് ആർഭാടം നടിക്കുന്ന പെണ്ണ്, ആ വില കൊണ്ട് ആർഭാടം നടിക്കുന്ന പെണ്ണ്. നിന്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ കോപം അവർക്കാ. അവര് പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകൾ അവര് നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. എത്ര സലാത്ത് ചൊല്ലിയ